ജനമൈത്രി പോലീസ് എന്താണ് അതിന്റെ അർത്ഥം? ജനങ്ങളുടെ കൂടെ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോലീസ്. സാമാന്യ യുക്തിയുള്ള മനുഷ്യരുടെ അണ്ടർസ്റ്റാൻഡിംഗ് അതാണ്. മൂന്നാം മുറ നേരിട്ട മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കാതങ്ങൾ നമ്മൾ താണ്ടിയതല്ലേ. പിന്നെ എന്താണ് തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് 6-ന് വിപിനും വിശാഖിനും സംഭവിച്ചത്? രണ്ടു മനുഷ്യരെ തല്ലിച്ചതച്ച് ഐസിയുവിലാക്കിയതാണോ ജനമൈത്രി പോലീസ്? ഇവിടെ സംശയ നിഴലിലുള്ളത് കേരള പോലീസാണ്. ശരീരമാസകലം മുറിവുമായി, കണ്ണുപോലും തുറക്കാൻ കഴിയാതെ, വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ കിടക്കുന്നത് രണ്ടു മനുഷ്യരും. സത്യം അറിയണം. ആദ്യം നമുക്ക് മർദ്ദനമേറ്റ് കിടപ്പിലായ വിപിന് പറയാനുള്ളത് കേൾക്കാം. സ്ക്രാച്ച് ഉണ്ടാവും, അടിച്ചു പൊട്ടിച്ചാണ്, ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ചിരട്ട ഫുള്ള് പൊട്ടിയിട്ടാണ്, ഇത് മാറ്റി വെക്കണം ചിരട്ട. പിന്നെ ചൊവ്വാഴ്ച നൈറ്റ് അമ്മയ്ക്ക് ഇടവില്ലാതെ ഞാൻ ഡ്യൂട്ടി സ്ഥലത്തുനിന്ന് വീട്ടിലോട്ട് പോയ വഴിക്ക് ഒരു വഴി വെച്ച് ഇവർ കൈയാണ്, ചെറിയ ഇരുട്ടത്താണ് നിന്നത്. സംഭവം അവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. തൊട്ടപ്പുറത്തേനെ നിർത്തിയപ്പോ ഒരു ബാക്കിൽ നിന്ന് വണ്ടിയിൽ വന്നിങ്ങനെ തട്ടിയിട്ട് അവിടെ വെച്ച് അങ്ങനെ അടിച്ചു. അവര് നല്ലോണം തല്ലി അവിടെ വെച്ച്. അത് 3 പേരുണ്ടായിരുന്നു, ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. എന്റെ കൈ പിടിച്ച് അന്ന് എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇരുചക്ര വാഹനം നിർത്താതെ പോയതിനാൽ പോലീസ് വാഹനത്തിൽ പിന്തുടർന്നെത്തി യുവാക്കളെ മർദ്ദിച്ചു. മർദ്ദനത്തിന് ശേഷം വാഹനാപകടമുണ്ടായി എന്ന് പറഞ്ഞ് 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മർദ്ദനത്തിൽ യുവാവിന്റെ തലയോട്ടിക്ക് വരെ പരിക്കുണ്ട്. എന്നാൽ യുവാക്കളുടെ മർദ്ദന ആരോപണം തള്ളുകയാണ് ഫോർട്ട് പോലീസ് റിപ്പോർട്ട്. പരാതി കള്ളമെന്ന് ഫോർട്ട് പോലീസ് തിരുവനന്തപുരം സിറ്റി കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. യുവാക്കളുടെ ബൈക്ക് വീണ് കിടക്കുന്ന ചില ഫോട്ടോസും ദൃശ്യങ്ങളും പോലീസ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇത് മർദ്ദനമേറ്റുള്ള മുറിവല്ല, മറിച്ച് വാഹനാപകടം എന്നാണ് പോലീസ് പറയാൻ ശ്രമിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. എന്നാൽ പോലീസ് ഈ നൽകിയിരിക്കുന്ന ദൃശ്യങ്ങളിൽ ഒന്നും വ്യക്തമല്ല. ഇത് അപകടം നടന്ന സ്ഥലത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ദൃശ്യങ്ങളുമല്ല. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടൊരു അനുമാനത്തിലേക്ക് എത്തുക അസാധ്യമാണ്. അവിടെയാണ് ദിബിന്റെ ഭാര്യ ശ്രീലക്ഷ്മിയുടെ ചില ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത്. വാഹനാപകടം എന്ന പോലീസിന്റെ വാദം അമ്പേ തള്ളുന്നതാണ് ശ്രീലക്ഷ്മിയുടെ ചോദ്യങ്ങൾ. ചാർട്ട് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് ബൈക്ക് വേഴ്സസ് ബാരിക്കേഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൈ അത്രയും ഹാർഷായിട്ട് ഇടിക്കുന്നെങ്കിൽ അവിടെ പൊട്ടലിൻ്റെ ഒപ്പം ഒരു മാരകമായിട്ടുള്ളൊരു മുറിവ് വരണമല്ലോ. അവിടെ എന്തുകൊണ്ട് ഒരു മുറിവ് വന്നില്ല? ഇടതുവശത്താണ് വണ്ടിക്ക് പരുക്കുള്ളത്, ഇവരുടേത് വലതുവശത്താണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉള്ളത്. അതുപോലെ തന്നെ 2 ചെവിക്ക് എങ്ങനെ പറ്റും? പൊട്ടൽ എങ്ങനെ പറ്റും? പോലീസ് ഒന്നും ചെയ്യാതെ പൊട്ടൽ പറ്റുമോ? ഈ പറയുന്ന താടിയിൽ നല്ല ഹാർഷായിട്ടാണ് പൊട്ടിയിരിക്കുന്നത്. ആ സൈഡിലൊരു പല്ലാണ് വളഞ്ഞ് മാറി നിന്നത്. അവിടെ ഒരു മുറിവ് പറ്റണ്ടേ? ഇത്രയും ബാരിക്കേഡിൽ ഇത്ര സ്ട്രോങ് ആയിട്ട് അടിക്കുമ്പോൾ അവിടെ ഒരു മുറിവ് പറ്റണ്ടേ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് ഫോർട്ട് പോലീസ്. ഈഞ്ചക്കൽ ഭാഗത്താണ് ഈ അപകടം. നഗരഹൃദയമാണ്. കിട്ടാവുന്ന CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട് പോലീസ്. ആരാണ് സത്യം പറയുന്നത്? പരിക്കേറ്റ വിപിനും വിശാഖും ദിവസങ്ങൾ കഴിഞ്ഞ് ബോധാവസ്ഥയിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയാണ് ഒരേ കാര്യം പറയുന്നത്? പോലീസ് എന്ന വ്യാജേന മറ്റാരെങ്കിലും ഇവരെ മർദ്ദിച്ചോ? അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ കേരള പോലീസാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. 3 വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ അമ്മ ഇന്ന് നമ്മളോട് സംസാരിച്ചത് കേട്ടു. അത്രമേൽ വേദനയിലാണ് അവർ. എന്ത് സംഭവിച്ചു എന്ന് അവർക്ക് അറിയേണ്ടതുണ്ട്. സത്യം പുറത്തറിയേണ്ടതുണ്ട്. അന്വേഷണം എങ്ങനെയാണ്? ആര്യ, ഈ നിമിഷം വരെയും ഈ കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ ആരോപണം, ഈ യുവാക്കളുടെ ആരോപണം പൂർണ്ണമായും പോലീസ് തള്ളുമ്പോഴും അതിന് പോലീസിൻ്റെ വാദം തെളിയിക്കാൻ പറ്റുന്ന കൃത്യമായ വസ്തുതകളൊന്നും പുറത്തു വന്നിട്ടുമില്ല. ഏതായാലും സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫോർട്ട് പോലീസ് നൽകിയിരിക്കുന്ന ആ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. അതിൽ കൂടുതൽ അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാടാണ് സിറ്റി പോലീസ് കമ്മീഷണർക്കുള്ളത്. ഈ 2 കാര്യങ്ങളിലുമുള്ള നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കാനാണ് സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പോലീസിന്റെ വാദം, ഈ യുവാക്കൾ 2 പേരും മദ്യപിച്ച് അവിടെ ഒരു ഹോട്ടലിൽ ബഹളമുണ്ടാക്കുകയും അതിനുശേഷം ആ ബൈപ്പാസിന്റെ സർവീസ് റോഡിലൂടെ ബൈക്ക് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയും പിന്നീട് അത് അവിടെ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡിൽ വന്നിടിച്ച് മറിയുകയുമായിരുന്നു. തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ചാണ് ഫോർട്ട് പോലീസിന്റെ പട്രോളിംഗ് വാഹനം പഴവങ്ങാടിയിൽ നിന്ന് ഈഞ്ചക്കിലെത്തി യുവാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ്
പക്ഷേ അപ്പോഴും ഉയരുന്ന ചോദ്യം, എങ്ങനെയാണ് യുവാക്കൾക്ക് ഒരു ദേഹത്തൊരു ചോര പോലും പൊടിയാതിരുന്നത് ഇത്രയും വലിയ അപകടം ഉണ്ടായിട്ടും? ദേഹത്ത് ഒടിവുകൾ മാത്രം സംഭവിച്ചത് എന്നാണ് ഈ ദിപിൻ്റെ ഭാര്യ ശ്രീലക്ഷ്മി ചോദിക്കുന്നത്. മാത്രമല്ല, ഈ യുവാക്കളെ അവിടെ നിന്ന് കയറ്റിവിട്ടിട്ട് ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചതാണെങ്കിൽ ആ അപകടവുമായി ബന്ധപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്യാതിരുന്നത് എന്നുള്ള ചോദ്യവും ഉയരുന്നു. ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.